बिस्किट होगी beautiful, so elegant, so just elegant. looking like a wow. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാട്ട് കോപ്പിറൈറ്റ് ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ ഡോറ് ക്ലോസ് ചെയ്ത് നമ്മുടെ അപ്പുറത്തെ അങ്കിൾ ഇരുന്ന് ഫോണിൽ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ വ്ളോഗാണ്. നമ്മൾ ഇന്ന് 24-ാം തീയതിയാണ്. അപ്പോൾ 24-ാം തീയതിയും 25-ാം തീയതിയും കൂടെ ചേർത്തുള്ള ഒരു കംപ്ലീറ്റ് ക്രിസ്മസ് വ്ളോഗാണ്. നമുക്കിന്ന് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. പള്ളിയിൽ പോകണം, കരുനാപ്പള്ളിയിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മുടെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് മാഗി ഉണ്ടാക്കി കേട്ടോ. മാഗിയിൽ തന്നെ എൻ്റെ ഒരു പുതിയൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഒരു കാശിന് കൊള്ളത്തില്ല. എനിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, ഞാൻ മാഗി ഉണ്ടാക്കാം. അവിടെ ഒരു ഫാമിലി പാക്ക് മാഗി വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉള്ള മാഗി ഇന്ന് ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് പപ്പായ്ക്ക് ഇനി ജീവിതത്തിൽ മാഗി വേണ്ടാന്ന് വരെ തീരുമാനിച്ചു കേട്ടോ. അത്രയ്ക്ക് വൃത്തിയായിട്ടൊരു മാഗി ആയിപ്പോയി ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇച്ചിരി എന്തൊക്കെയോ കയ്യിൽ നിന്നിട്ട് ചെയ്തതാണ്. എന്തായാലും അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ഒരു കലണ്ടർ കിട്ടി കേട്ടോ. അത് നമ്മുടെ പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കലണ്ടറാണ്. മിക്കവാറും നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ കലണ്ടറും പിന്നെ നമ്മൾ പാല് വാങ്ങിക്കുന്ന പാൽ സൊസൈറ്റിയിൽ നിന്നുമാണ് മെയിനായിട്ട് നമുക്ക് കലണ്ടർ കിട്ടുന്നത്. ഏത് കലണ്ടർ കിട്ടിയാലും ഞാൻ ആദ്യം നോക്കുന്നത് ആ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ഏത് ദിവസമാണെന്നാണ്. അങ്ങനെ ബർത്ത്ഡേ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, വാലന്റൈൻസ് ഡേ ഏത് ദിവസമാണ്, ഇങ്ങനത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ ഉത്സവം എന്നാണ് വരുന്നത്. ഇതൊക്കെ നോക്കി മനസ്സിലാക്കി വെച്ചു. പിന്നെ പപ്പ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിടും നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടും അല്ലാതെ നോർമലി നമുക്ക് വേണമെന്ന പച്ചക്കറികൾ, പൈനാപ്പിൾ, സവാള, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ചിക്കൻ വാങ്ങിച്ചു. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബിരിയാണി അല്ല, ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും. അപ്പോൾ അതിന് വേണ്ട ചിക്കനും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഗബ്ബുനിയെ ഗബ്ബുനിയെ ഗബ്ബിനിയെ മല്ലിയില നല്ല പച്ച മല്ലിയില വേണം. പിന്നെ ഞാൻ അമ്മ ഏറ്റവും മൂലയൊക്കെ കുറച്ച് ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഇന്ന് നമ്മൾ ഉച്ചത്തേക്ക് കുറച്ച് ചിക്കൻ എടുത്ത് കറി വെച്ചു കേട്ടോ. ചിക്കൻ കറിയും പിന്നെ ചീനി പുരട്ടിയതും മോരുമാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് ലഞ്ച്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഒരു വൈകിട്ട് ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് കരുനാപ്പള്ളിലൊക്കെ പോകണം, വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 7 മണി 7:15 എങ്ങാണ്ട് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ നമ്മൾ നേരെ കരുനാപ്പള്ളിക്ക് പോകാമെന്ന് വെച്ചു. നമുക്ക് വാങ്ങിക്കേണ്ട സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് പള്ളിയിലൊക്കെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ആദ്യം ബഡാ ബസാറിൻ്റെ മുന്നിലാണ് കൊണ്ടുവന്ന് ചവിട്ടി നിർത്തുന്നത്. അവിടെ ഫ്രണ്ടിൽ തന്നെ ക്രിസ്മസിൻ്റെ കാര്യങ്ങളും സ്റ്റാർസും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുക്കി ഫുൾ എല്ലാ കടകളുടെ ഫ്രണ്ടിൽ ലൈറ്റും സ്റ്റാറും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് അപ്പൂപ്പനും പുൽക്കൂടും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒന്നും ഒരുക്കിയില്ല. ക്രിസ്മസ് ട്രീയിലായിരുന്നു, പുൽക്കൂടും ഒന്നും ഒരുക്കിയില്ല. കൊച്ചുനാളിൽ ഞാൻ കുഞ്ഞാകുന്ന സമയത്തൊക്കെ ഞാൻ ഒരുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഖേദം ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വാങ്ങിക്കേണ്ട സാധനം എന്ന് പറയുന്നത് വൈൻ ഗ്ലാസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിരിയുള്ള ഗ്ലാസ് ഞാൻ പണ്ട് തൊട്ടേ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു സാധനമാണ്. പക്ഷേ എപ്പോഴും വരുമ്പോഴും അതിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ വാങ്ങാമെന്ന് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. എത്ര രൂപ നോക്കി? അവിടെ നമുക്ക് ആ ഗ്ലാസ് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ സെറ്റായിട്ട് 4-5 അങ്ങനെ വരുന്ന ഒരു കോംബോ ആയിട്ടാണ് അവർ വിൽക്കുന്നത്. സിംഗിൾ പീസ് ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചോയ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ചോയ്സ് കയറിയിട്ട് നോക്കാമെന്ന് വെച്ച് ഒറ്റയ്ക്ക് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൂപ്പനെ വെച്ചിട്ട് ചോറ്റാനിക്കര നമ്മുടെ പണ്ട് ശരിയായില്ല. പച്ച
ഇവിടെ നമ്മളിങ്ങനെ സാധനങ്ങൾ നോക്കി നോക്കി വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് സാധനമാണ് വാങ്ങിക്കാൻ വന്നതെന്നുള്ള കാര്യം മറന്നു പോട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാണുന്ന സാധനങ്ങളൊക്കെ വേണം എന്ന് തോന്നും. പിന്നെ അവിടെയൊക്കെ നിന്ന് കുറേ നേരമൊക്കെ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് നമ്മൾ ഗ്ലാസിൻ്റെ സെക്ഷനിലെത്തി. അപ്പോൾ അവിടെ നമുക്ക് സിംഗിൾ പീസായിട്ട് ഈ ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവിടെ വേറൊരു ഗ്ലാസ് കൂടെ കണ്ട്, ഒരു കുഞ്ഞൻ പൊടിക്കുപ്പി ഗ്ലാസ്, അതും നമുക്ക് വൈനൊക്കെ ഇടാനൊക്കെ നല്ല കുഞ്ഞ് ഗ്ലാസ്, നല്ല രസമുണ്ട് കാണാൻ. ആ ഗ്ലാസ്സിന് 25 രൂപയാണ് കേട്ടോ. ഈ ഗ്ലാസ്സിന് 148 രൂപ, 150 രൂപ കണ്ണിൻ്റെ മുന്നിൽ കൂടെയാണ് പോയത്. അപ്പോൾ നമുക്ക് ഏത് വാങ്ങിക്കണം എന്നൊരു കൺഫ്യൂഷനായി. അവസാനം നമ്മൾ ആ ഒരു പിടിയുള്ള വൈൻ്റെ ഗ്ലാസ് ആഗ്രഹിച്ചത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ ഒരു സെക്ഷൻ ഫുള്ള് സ്റ്റാറും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഷോക്കെ കാണിച്ച് ഒരു രസം. അപ്പോൾ അവിടെയൊക്കെ അവർ ഇറക്കി വിടാഞ്ഞത് ഭാഗ്യം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ബില്ലൊക്കെ അടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീടിൻ്റെ അടുത്ത് നമ്മുടെ പുതിയ അവത്താറായപ്പോഴാണ് ഓർത്തത് നമ്മൾ ഇതുവരെ പ്ലം കേക്ക് വാങ്ങിച്ചില്ല എന്നുള്ളത്. പിന്നെ ഞങ്ങൾ വീണ്ടും ടേൺ ചെയ്തിട്ട് വന്നു. നമ്മുടെ വന്ദന അടുത്ത് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട്. बिस्किट होगी buy 2 get 1 offer ട്രാക്ക് ജാക്കിലേക്ക് കണ്ടോ. ആണ്ട പാർലിജി. അങ്ങനെ നമ്മൾ സ്മാർട്ട് ബസാറിലെത്തി. ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ വന്ദന ഓഡിറ്റോറിയം ഇല്ലേ, നമ്മുടെ ഇപ്പോൾ KFC ഇല്ലേ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ബസാർ എന്ന് പറയുന്ന പുതിയ സൂപ്പർ മാർക്കറ്റ്. പുതിയതായതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറുണ്ട് കേട്ടോ. കേക്കൊക്കെ നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ്. ഇനി അഥവാ ഒരെണ്ണം മതി എന്നുള്ളെങ്കിൽ ആ ഒരെണ്ണത്തിൻ്റെ നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരെണ്ണത്തിൻ്റെ പൈസയും കൂടി ഒരു ഡിസ്കൗണ്ട് ആക്കി തരും. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സും കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ കണ്ടപ്പോൾ നമ്മൾ ഓരോന്നും നോക്കിയിട്ട് ഇത് വാങ്ങണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിനെ മേലോട്ടൊന്നും പോയില്ല. അവിടെ എനിക്ക് ചോക്ലേറ്റ് കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് തോന്നിയായിരുന്നു കേട്ടോ. ഡയറി മിൽക്ക് ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ പിന്നെ കയ്യിൽ തുട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആ മോഹം വേണ്ടാന്ന് വെച്ചു. നമ്മളിത് ഈ ഒരു കേക്കാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിൻ്റെ വില കൊടുത്തേക്കുന്നത് 250 രൂപയാണ്. നമ്മൾക്ക് ഇത് കിട്ടിയത് 102 രൂപയ്ക്കാണ്. നമ്മൾ ഒരെണ്ണം ഫ്രീ ആണ്. അത് ഫ്രീ വാങ്ങിച്ചില്ല, പകരം നമുക്ക് 102 രൂപയ്ക്കാണ് ഈ ഒരു കേക്ക് കിട്ടിയത്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ പള്ളിയിൽ പോവുകയാണ്. ബാക്കി നമ്മുടെ വിശേഷങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ 2ആയിട്ട് ഇടാമെന്ന് വെച്ചു, കാരണം ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇനി അത് ഇത്രയും ഞാൻ എഡിറ്റ് ചെയ്ത് വരണം. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാവേ. ടാറ്റാ.